ഹലോ ഗൈസ്, ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഒരു 5:05 അപ്പോൾ നമ്മൾ വൈകുന്നേരം പിന്നെ വെളുപ്പിന് വൈകുന്നേരം 5:05 ഇന്ന് വിഷു ആണ്. നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മൾ കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഗൈസ് ചിരിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേര്. അപ്പം ഞാനും മിന്നസുണ്ട് നല്ല കുട്ടികൾ. ഞങ്ങൾ അമ്പലത്തിൽ കുളിച്ചിട്ടൊക്കെ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അമ്പലത്തിൽ പോയാൽ മാത്രം മതി. നമ്മുടെ കൂടെ കുറച്ച് വേറെ ആൾക്കാരും കൂടെ ഉണ്ടാവും, അത് നമുക്ക് വഴിയെ കാണിക്കാം. നമുക്കിനി പോയിട്ട് വരാം. വിഷു ഒക്കെ ആയാലും നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, അപർണവിയെ നമ്മൾ പുറത്ത് ഔട്ടിങ് പോകുന്നതിന് നമ്മൾ എഴുതുവാണ്. ഔട്ടിങ്ങിനല്ല, അമ്പലത്തിലാണ് പോകുന്നത്. ഔട്ടിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുറത്ത് പോകുന്നതാണ്. അവിടെ അർച്ചന ഡീൽ ചെയ്യുകയാണ്. എൻ്റെ സെയിം പേരുള്ള കുട്ടിയാണ്. അതൊന്ന് എഴുതാമോ? വയറ് നിറച്ച് കിട്ടുന്നുണ്ട്. ഗൈസ്, നമ്മളപ്പം നമ്മുടെ യാത്ര തിരിച്ചു. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലാണ്. നമ്മൾ ഇത്രയും പേരാട്ടോ പോകുന്നത്. അതെ ഗൈസ്, അപ്പൊ ഗേറ്റ് പാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, കാണുന്നില്ല, ഇങ്ങനെ വാ. ഗേറ്റ് പാസ് അപ്പൊ അപർണവിയുടെ കയ്യിലാണ്. അപർണവിയെ കണ്ടിന്യൂസ് നമ്മുടെ വ്ളോഗിൽ വന്നോണ്ട് അവൾക്ക് ഭയങ്കര ഷൈ ആണ്. അവൾ ഷൈകളാണ്. അത് മാറ്റാം നമുക്ക്. ഓക്കെ, കാണാം. ഇവിടെ മംഗലാപുരത്തെ അമ്പലത്തിൽ കയറി. എന്താ പേരെന്താ? ആ, ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾ കയറി തൊഴുതു കേട്ടോ. നല്ല പിള്ളേരാണ്. ആര്യ. നമുക്ക് നമ്മുടെ അമ്പലത്തിലേക്ക് പോവാം. സവർണ ഈ ചന്ദനൊക്കെ തട്ടയാണ്. കെയറിങ് അവരുടെ ഭയങ്കര കെയറിങ് ആണ്. എല്ലാവർക്കും ചന്ദനം തൊട്ട് കൊടുക്കുക. എല്ലാ വ്ളോഗിലും നിറഞ്ഞു നിൽക്കുന്നു. അടുത്ത ആൾ ഡ്യൂട്ടി ഏറ്റെടുത്ത് നമ്മളെ ക്ലാസ്സിലെ മിക്ക പിള്ളേരും വന്നിട്ടുണ്ട്. എപ്പോഴാണ് തോന്നുന്നു കൊടുക്കുന്നത്. അയ്യോ ഗൈസ്, നമുക്ക് എവിടെ പോയാലും ഫുഡാണല്ലോ പ്രധാനം. നമ്മളിപ്പോൾ പ്രാർത്ഥന പീസിലാണ് നമ്മൾ. ഇത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. അയന, അനീന, ശാൻവി. നമുക്ക് അരി തന്നിട്ടുണ്ട്. സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമഃ. ഗൈസ്, ഇപ്പം എന്തൊരു പൂജയുണ്ട് ഇവിടെ വിഷ്ണു ഭഗവാന്റെ പേരിൽ. അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് 6 വരെ ടൈമിംഗ് ഉള്ളു പുറത്തിറങ്ങാൻ. ഇവിടെ ഫുള്ള് പൂജയൊക്കെ ആയതുകൊണ്ട് വാഴയിലൊക്കെ കെട്ടി ഭയങ്കര ഒരുക്കമൊക്കെയാണ്. അമ്പലം നല്ല ഇത്ര ഒരുങ്ങി കണ്ടിട്ടുണ്ട്. ഒരുങ്ങണം. ഇവിടെ നമ്മൾ കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഒരുങ്ങിയിട്ടുണ്ടാക്കണം. എനിക്കൊന്ന് പൂജ ആയതുകൊണ്ടായിരിക്കും. സോ ഗൈസ്, കസേരയൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് എണീക്കാൻ സമ്മതിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഓർമ്മ വന്നു സത്യം പറഞ്ഞാൽ. അല്ലേ, വിഷു വൈബ്. നമ്മൾ ചോദിച്ചു ഇവിടെ പ്രത്യേകിച്ച് പൂജ ഒന്നും കാണൂലെന്ന്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ കണ്ടില്ലേ, വാഴയിൽ വെച്ചിട്ട് അതിൻ്റെ എൻട്രൻസ് ഒക്കെ. പിന്നെ നമ്മുടെ 4th ഇയർ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ടാണ് 6 മണിക്ക് 6 മണിക്കൊക്കെ പുറത്തിറങ്ങി അമ്പലത്തിലൊക്കെ വരുന്നത്. ഭയങ്കര സന്തോഷം. നമുക്കിപ്പം കാണാം ഗൈസ്. ഇനി നമ്മൾ ഫോട്ടോഷൂട്ട് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആരാണ് ഫോട്ടോഗ്രാഫർ എന്ന് ചോദിച്ചാൽ അപർണ വി ആണ്. ഗൈസ്, അർച്ചനയുടെ പോസ് കണ്ടില്ലേ? അർച്ചനയുടെ പോസ്. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ അവർ ഫോട്ടോ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾക്ക് കയറണം. ജസ്റ്റ് 2-3 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നതല്ലേ. അപ്പോൾ എന്താണ് പറയണ്ടത്? ഈ സമയം ഇപ്പോൾ എത്രയായി? സമയം 6:40. നമുക്ക് 7:15 വരെയാണെന്ന് തോന്നുന്നു ഔട്ടിങ് ടൈം. അത് നമുക്ക് അതിന് മുമ്പ് നമുക്ക് കയറണം. ഇപ്പം നല്ല സന്ധ്യയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് തിരിച്ച് കയറാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഹോസ്റ്റലിലേക്ക് പോകാൻ തോന്നുന്നില്ല. ബട്ട് എന്ത് ചെയ്യാനാ, പോയേ പറ്റുള്ളൂ. സോ ചുമയുണ്ട് എനിക്ക്. ആര്യ അടുത്ത് ഇനി കയറാൻ വേണ്ടി പോവാണ്. പോസ് ഇടാൻ വേണ്ടി പോവാണ്. ഞാൻ കാണിച്ചു തരാം. അതെ. അതാണ് നോട്ട് ദി പോയിന്റ്. സ്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഗാലറിയിൽ നിന്ന് ഫോട്ടോ പുറത്തിറക്കാറില്ല. ഗാലറി സൂക്ഷിക്കാനാണ്. കണ്ണ് കിട്ടിയല്ലോ, അതുകൊണ്ടാ ഗൈസ് എല്ലാം വന്നാല്. അത്രയ്ക്കല്ല പോസാ.
ഗൈസ് ഇവിടെ അടുത്ത ഫോട്ടോഷൂട്ടാണ്. പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. വ്യത്യസ്തമായ പോസുകൾ ഇപ്പൊ കാണാം. നമ്മള് എന്ത് കഴിക്കാനാ കയറിയ? ചോക്കോ ബണ്ണ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഗൈസ് ഇതാണ് ചോക്കോ ബൺ. ഞാനും മിന്നും ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. അതിന്റെ സൈഡ് ഒന്ന് കാണിച്ചു തന്ന് കഴിക്കാനൊക്കെ തുടങ്ങി. ചോക്ലേറ്റ് ഒഴുകുമെന്ന് പറഞ്ഞിട്ടല്ലേ കാണിച്ചേ? നമ്മുടെ ചൂടുണ്ട് പിന്നെ ടേസ്റ്റ് ചെയ്യണം. ആദ്യം പറഞ്ഞാൽ ചോക്ലേറ്റിലെ ഒഴുകുന്നു. ഇതാണ് ചോക്കോ ബണ്ണ്. ഞങ്ങൾ ഫസ്റ്റ് ഇപ്പൊ ഒഴുക്കലില്ലെന്ന്. എന്താ മനസ്സിലെ മുഖം വാടിയിരിക്കുന്നത്? ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും കുറെ ആയി അവിൽ മിൽക്ക് ഒക്കെ കുടിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നോമ്പായോണ്ട് ഇക്കന്റെ ഇടയിൽ അവിൽ മിൽക്ക് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് അവിൽ മിൽക്ക് കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ നമ്മള് അവിടെ ബാക്കി രണ്ടുപേരോടൊക്കെ വിളിച്ചു ചോദിച്ചു വേണോന്നൊക്കെ വെച്ചാൽ എല്ലാവരുടെ അപ്രൂവലൊക്കെ കിട്ടി ഓർഡർ ചെയ്തോളാൻ വരെ പറഞ്ഞു. അവിടെ ഞങ്ങൾ കടയുടെ മുന്നേ നോക്കിയപ്പോഴേ കടയെല്ലാം ബിനോയ് ഷോപ്പിൽ വിളിച്ചപ്പം റെഡി സെറ്റ് ഏതാ സ്പെഷ്യൽ ആണോ വേണ്ട നോർമൽ ആണോ വേണ്ടെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയായിരുന്നു. ബിനോയ് പറഞ്ഞ് റെഡിയായി വിളിച്ചൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറി വന്ന് നോക്കുമ്പോൾ കട അടച്ചേക്കാണ്. എന്താണെന്ന് കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ കടയുടെ ഞങ്ങൾ എന്തായാലും ആഗ്രഹിച്ചു, നല്ലതുപോലെ ആഗ്രഹിച്ചു. കാരണം കുറെ നമുക്ക് ശേഷമായോണ്ട് ഭയങ്കര ആഗ്രഹമാണ്. ആ ആഗ്രഹം മതിയായില്ല. അതെ, ഇനിയില്ല. ഓക്കെ, ബാക്കി 3 പേരും അവിടെ ഐസ്ക്രീം കഴിക്കാൻ പോകും. ഹലോ ഗൈസ്, അപർണവിയ വിഷുവായിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പാലൊക്കെ വാങ്ങി റൂമിലേക്ക് എപ്പോഴാണ് വരേണ്ടത് പറഞ്ഞാൽ മതിയേ. ആരെയും വിളിക്കത്തില്ല. പിന്നെ ഫുള്ള് ഗൈസ് ദാഹം സഹിക്കാൻ വേണ്ടിയിട്ട് സോഡയൊക്കെ വാങ്ങി കുടിക്കാൻ പോവാണ്. അവിൽ മിൽക്ക് നമ്മുടെ കൈ വിട്ടുപോയി. വേണ്ട കുറച്ച് എന്ത് ചെയ്യണം ഗൈസ്? മിനിഫുൾ എന്ത് കഴിച്ചാലും എനിക്ക് ഫസ്റ്റ് തരാം. ഗൈസ്, നമ്മളങ്ങനെ അമ്പലം വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കാണ്. ഇവർ ഇനി പോവാണ് നമ്മളെ വിട്ട്. ഈ വീഡിയോ ഇവര് വിട പറയുകയാണ്. അപ്പൊ ഗൈസ് ഒരു ബൈ പറഞ്ഞു. സൈൻ ഓഫ്. ബൈ. സമയം 7:30. സോ ഗൈസ്, നമ്മള് അങ്ങനെ വിഷുവൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ സമയം 7:40 ആയിട്ടുണ്ട്. 7 വരെയാണ് നമുക്ക് ഔട്ടിങ്. നമ്മൾ ഗേറ്റ് പാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2 മടിച്ചികൾ ഇവിടെ ഉണ്ട്. ഒരു മടിച്ച് ഇവിടെ കിടക്കുന്നു. ആ ഒരു മടിച്ച് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതെ, അതിവിടെയാണ് ഉദ്ദേശിച്ചത്. വിഷു ഒന്നുപോലും ഒക്കെ ഒരു ബോധമില്ലായിരുന്നു ഗൈസ് രാവിലെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഹോസ്റ്റലിലെത്തി. അവരെല്ലാം റൂമിൽ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ ഗൈസ് നാളെ വരും. നാളെ എന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ നാളെ വരും. വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.